ഹായ് വീവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഒരു ബ്ലൗസാണ് കേട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ അറ്റത്തായിട്ടും അതുപോലെ നെക്കിലും ആയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ കൈയിൻ്റെ മോൾ ഭാഗത്തായിട്ട് അവിടെ ഇവിടെയും ഓരോ ഡോട്ട് പോലെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം കൈയിൻ്റെ അടിയിൽ വീതി വേണമെന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ചോക്ക് കൊണ്ട്. അപ്പോൾ ഇത്രയും ഇതിപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ വീതി കൂട്ടിയിട്ടും എടുക്കാം. കണ്ടില്ലേ, 3 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈൻ വരച്ച് വെക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും അതുപോലെ മെഹന്തി കളറിലുള്ള ഷുഗർ ബീഡ്സും ആണ്. ഇത്ര മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ബ്ലൗസ് ചെയ്തെടുക്കാനായിട്ട്. ഇതൊരു ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് നല്ല എന്താ പറയുക, നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ മെഹന്തി കളറുണ്ട്, പല കളറിലുള്ള ബീഡ്സും ഉണ്ട്. അപ്പം ഞാനിതിൽ ഗോൾഡൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനായിട്ട് സാധാരണ നമ്മൾ ഒരു സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. 4 ഇഴ നൂലാണ് ഞാൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മളുടെ കൈയിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്, നമുക്ക് ആ കറക്റ്റ് അളവിൻ്റെ അവിടെ സ്റ്റിച്ച് വരുമല്ലോ, അതിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അധികം പേരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് സ്ലീവിൽ ഡിസൈൻ ചെയ്യുന്നതെന്ന്. സ്ലീവിൻ്റെ സ്റ്റിച്ച്, സൈഡ് സ്റ്റിച്ച് അഴിച്ചിട്ട് നമുക്ക് ഫ്രെയിം വയ്ക്കാൻ പാകത്തിൽ വേണം, അത്രയും സ്റ്റിച്ച് നമുക്ക് അഴിച്ചെടുക്കണം. എന്നിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും ഞാൻ മറ്റേ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അത് ഞാനൊരു 11 ഷുഗർ ബീഡാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ 11 ഷുഗർ ബീഡ് എടുത്തിട്ട് അതിന് ചുറ്റും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് പോവില്ലേ, അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ 3 മുത്തോ അല്ലെങ്കിൽ 4 മുത്തോ അങ്ങനെ നമുക്ക് എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ഓരോ നോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ നോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഞാൻ റൗണ്ടിൽ വെച്ചു. എന്നിട്ട് ഞാൻ ഒരു 3 മുത്ത് കഴിഞ്ഞ് എന്നിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 3 മുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല, കറക്റ്റ് നല്ല ഷേപ്പിൽ അവിടെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. വേറെ ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. ഇതുപോലെ ഇനി കുറച്ച് മുകളിലായിട്ട്, നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഇതേ ഡിസൈൻ തന്നെ ഞാൻ അവിടെയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേ ഡിസൈൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മൊത്തം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ഇപ്പോൾ എന്തുണ്ടെങ്കിലും, എന്ത് തെറ്റുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലത്തെ വേറെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. കണ്ടില്ലേ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇവിടെയും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഓരോ നോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഞാനൊരു 3 മുത്തിൻ്റെ ഇടയിൽ കൂടെ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ തൊട്ട് താഴെ, ഇപ്പം നമ്മൾ കുറച്ച് മുകളിലല്ലേ ചെയ്ത്, ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ചെയ്ത അതേ ഫ്ലവർ തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. ഇതൊരു ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് താഴോട്ടുനിന്ന് ഞാൻ കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാട്ടോ. നമുക്കിപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണിത്. ഇത് കസ്റ്റമൈസ്ഡ് ബ്ലൗസാണ് കേട്ടോ. നമുക്കിതിനൊരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കിട്ടുക. ഇതാ ഇതുപോലെ ഇവിടെയും താഴത്തും നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ഇതിന് തൊട്ട് നേർക്ക് നടുവിലായിട്ട് ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. നോട്ടിട്ട് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഇത് മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിയിൽ ഭംഗിയിൽ കിട്ടുള്ളൂ. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതാ ഞാൻ വീണ്ടും ഇതേ ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ചെയ്തിട്ട് കാണാം. ഇതാ ഇപ്പം നമുക്കിത് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ തന്നെ ബാക്കി ആ അറ്റം വരെ, നമ്മുടെ സ്ലീവിൻ്റെ അറ്റം വരെ നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ അടിയിലും മുകളിലുമായിട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് മുകളിലും താഴത്തുമായിട്ട് ഞാനിങ്ങനെ ആ ഒരു ഫ്ലവർ മാത്രം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോ ഡോട്ട് കൊടുത്തിട്ടില്ലേ, ആ ഡോട്ടിൽ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള, മീഡിയം പറഞ്ഞാൽ കുറച്ച് ഏറ്റവും വലുതിനെക്കാട്ടിയും കുറച്ചും കൂടി ചെറിയ ഒരു മറ്റേ ഷുഗർ ബീഡില്ലേ, ഗോൾഡൻ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതാണേ. കണ്ടില്ലേ? ഇതാ ഇത്രത്തോളം വലിപ്പമുണ്ടത്. അപ്പോഴാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ മുത്ത് ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ ഓരോരോ ഷുഗർ ബീഡ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത ഈ ഫ്ലവർ പോലെ ചെയ്തില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഗ്യാപ്പ് കാണില്ലേ, ആ ഗ്യാപ്പ് കൂടി ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നല്ല ഭംഗി കിട്ടും. പിന്നെ ഈ ഗ്യാപ്പിൻ്റെ അവിടെ വരുമ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. കണ്ടില്ലേ? ഈ ഗ്യാപ്പിൻ്റെ അവിടെയൊക്കെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ അവിടെയും കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഷുഗർ ബീഡ് അതിലും കോർത്ത് കൊടുത്ത് കുത്തിയിറക്കുക. നോക്കിക്കോളാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയാം. ഇത് ചെയ്തിട്ടും ഇത് ചെയ്യാതെയും കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. ഇതിലെൻ്റെ ഒരു വീഡിയോ മിസ്സിങ് ആണ് കേട്ടോ, ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലൗസ് മാത്രമാണ് കാണിക്കുന്നത്. ഞാനിതിൻ്റെ നെക്കിൽ നമ്മളിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു ഫ്ലവേഴ്സ് ചെയ്തില്ലേ, അതിൽ ഒരൊറ്റ ഫ്ലവർ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഒരു ലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ വലിയ ഷുഗർ ബീഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഞാൻ ഒരൊറ്റ ലൈനായിട്ടാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത്. കയ്യിൽ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈയിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, ആ ബോർഡറിൻ്റെ മുകളിലായിട്ട് ഞാൻ അവിടെ ഇവിടെയും ആ നെക്കിൽ ചെയ്ത അതേ ഒരൊറ്റ ഫ്ലവർ അവിടെ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബ്ലൗസിലെ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.